ഓക്കെ, സോ നേച്ചർ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഓഡിറ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് വന്നത്. ആൻഡ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റിംഗ്. അതിൽ ഓഡിറ്റ് എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ലാറ്റിൻ വേർഡ് ഒഡയർ വിച്ച് മീൻസ് ടു ഹിയർ. മാത്രം നോക്കുക, വേറെ ജസ്റ്റ് നിങ്ങൾ വായിച്ചിട്ടാൽ മാത്രം മതി. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഓഡിറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷനാണ്. ഓക്കെ, ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷനാണ്. എന്തിൻ്റെ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷനാണ്. ഓക്കെ, ഇനി ഈ എൻറ്റിറ്റി എങ്ങനത്തെ എൻറ്റിറ്റി ആവാം? അത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആവാം, അല്ലാത്തതാവാം. അത് വലിയ എൻറ്റിറ്റി ആവാം, ചെറിയ എൻറ്റിറ്റി ആവാം, ലീഗൽ ഫോം, പാർട്ണർഷിപ്പ് ആവാം, കമ്പനി ആവാം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ബാങ്ക്സ് ആവാം, ഇൻഷുറൻസ് കമ്പനി ആവാം, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് സൈസ് ഓർ ലീഗൽ ഫോം. ഏതൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ഏത് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എക്സാമിൻ ചെയ്യുക, ഇൻഡിപെൻഡൻ്റ്ലി എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത്? ഓഡിറ്റിംഗ്. ഇനി എക്സാമിനേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റിൻ്റെ ഡെഫിനേഷൻ. പിന്നെ വരുന്നത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റിംഗ്. അത് മെയിൻ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് റിവ്യൂ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഇന്റേണൽ കൺട്രോൾസ്. അക്കൗണ്ടിങ്ങും അതേപോലെ ഇന്റേണൽ കൺട്രോൾസിൻ്റെ ഒരു അനാലിറ്റിക്കൽ, ക്രിട്ടിക്കൽ, ഇൻവെസ്റ്റിഗേറ്റീവ് റിവ്യൂ ആണ് ഇത് ഓഡിറ്റിംഗ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഓഡിറ്റ് ചെയ്യുന്നത് ഇറ്റ് മേ ബി ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ. ദെൻ ഒരു കോമ്പീറ്റൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ക്വാളിഫൈഡ് ആൻഡ് പൊസസിങ് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള ഒരാളായിരിക്കും എന്ത്? ഓഡിറ്റ്. ഒരു കോമ്പീറ്റൻറ്റ് പേഴ്സൺ ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ക്വാളിഫൈഡ്, അതേപോലെ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ, അതായത് CA പ്ലസ് COP ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരിക്കും എന്ത്? ഒരു കമ്പനിയുടെ ഓഡിറ്റർ. ഓക്കെ, ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ CA പ്ലസ് COP ആയിരിക്കും. ഓക്കെ, ഹിൽ ബി കോമ്പീറ്റൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ക്വാളിഫൈഡ്. അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? റിലയബിലിറ്റി എൻഷുർ ചെയ്യും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ വേരിയസ് അസേർഷൻ എന്ന് പറഞ്ഞാൽ വേരിയസ് റെപ്രസെൻറ്റേഷൻ ഗിവൺ ബൈ ദി മാനേജ്മെൻറ്റ്, അതായത് ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എൻഹാൻസ് ചെയ്യലാണ് നമ്മുടെ പണി. ഓക്കെ, സോ അതാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റിംഗ്. പിന്നെ നേച്ചർ ഓഫ് ഓഡിറ്റിംഗ് വിട്ടേക്കുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. സിമ്പിൾ. അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്നുണ്ട്, ഓഡിറ്റിംഗ് എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസേഷൻ ഓഫ് ഡേറ്റ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ ആണ്, അനാലിറ്റിക്കൽ, ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആണ് എന്ത്? ഓഡിറ്റിംഗ്. ഇത് ഇറ്റ് ഈസ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ഇത് റെക്കോർഡ് ചെയ്തതിനു ശേഷമുള്ള പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ആണ് എന്ത്? ഓഡിറ്റിംഗ്. It measures business events in monetary terms and communicates the financial result through financial statements. Okay, നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ബേസ് ചെയ്തിട്ട് അത് റിവ്യൂ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒപ്പീനിയൻ കൊടുക്കും ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, its primary responsibility is of the management towards shareholders or owners to maintain the financial records in such a manner that the financial statements can be provided from the records. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക, അത് യൂസേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക എന്നുള്ളത് ആ റെസ്പോൺസിബിലിറ്റിയാണ്, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ഓഡിറ്ററിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഓഡിറ്റർ എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്. അതുപോലെ അക്കൗണ്ടൻറ്റ് ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു റിവ്യൂ ഓർ റിപ്പോർട്ട് ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബട്ട് ടു റിപ്പോർട്ട് ഓൺ ദി കമ്പാരിസൺ ഓഫ് ദി റെക്കോർഡ്സ് ടു ദി മാനേജ്മെൻറ്റ്. അപ്പം അക്കൗണ്ടൻറ്റ് ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല? യൂസേഴ്സിന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഓഡിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? യൂസറിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന ബേസിലായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടൻറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഓഡിറ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടൊന്നും അല്ല വർക്ക് ചെയ്യുന്നത്. ഓഡിറ്റർ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്, ഹൂ ഈസ് അക്കൗണ്ടബിൾ ടു ദി ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ആളാണ്. പിന്നെ ദർ ഇസ് നോ ലയബിലിറ്റി ഇൻ അക്കൗണ്ടിങ് ബട്ട് ഓഡിറ്റർ കുഡ് ബി ഹെൽഡ് ലയബിൾ ടു തേർഡ് പാർട്ടി. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യിക്കലാണ് എന്ത്? ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, നൗ ഓക്കെ, അതാണ് പോയിന്റ്സ് മതി. പിന്നെ ഓഡിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റിംഗ് എന്താണ്? അതിൻ്റെ മീനിങ് എഴുതുക. മീനിങ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുന്നു.
ഏതാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെരിഫൈ ചെയ്യാനായിട്ട്. പിന്നെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിന് ഒരു വൈഡ് സ്കോപ്പ് ബട്ട് ലിമിറ്റഡ് സ്കോപ്പാണ്. ഓക്കെ, വൈഡ് സ്കോപ്പ് ബട്ട് ലിമിറ്റഡ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഏത് ഏരിയയിലാണോ ഫ്രോഡ് ഉള്ളത് ആ ഏരിയയിൽ മാത്രമാണ് എന്ത് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, പിന്നെ ഓഡിറ്റ് പ്രൊസീജിയർ ജനറലി അക്സെപ്റ്റബിൾ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഒരു എക്സ്റ്റെൻഡഡ് ഓഡിറ്റ് പ്രൊസീജിയർ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെക്കിംഗ് ആണ് ഇവിടെ ഇൻവെസ്റ്റിഗേഷനകത്ത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പീരിയോഡിസിറ്റി ഓഡിറ്റ് റുട്ടീൻ ആണ്. ഇത് മൈറ്റ് ഗോ അൺടിൽ റിസൾട്ട്, അല്ലെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടുന്നവരെ, കണ്ടുപിടിക്കുന്നവരെ ആ പർട്ടിക്കുലർ ഓഡിറ്റിംഗ് ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്. പിന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്, സിമ്പിൾ ഓർത്തിരിക്കാനായിട്ട് ICSWDP AAA. ഓക്കെ, ICSWDP AAA. ഓക്കെ, I is for integrity, objectivity, independence. ഓഡിറ്റർ എന്തായിരിക്കണം? ഓണസ്റ്റ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, വിത്തൗട്ട് ബയസ്, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ക്ലയൻറ്റിന് ഇൻഫോർമേഷൻ വേറെ ആർക്കും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓഡിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്കിൽസും കോമ്പീറ്റൻസും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം, അതിനെപ്പറ്റിയുള്ള നോളജ് ഉണ്ടായിരിക്കണം, പ്രോപ്പർലി ട്രെയിൻഡ് ആയിരിക്കണം. വർക്ക് വേറെ ആൾക്കാരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നോർമലി എന്താണ് ഒരു ഓഡിറ്റർ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്റ്റാഫിനെ കൊണ്ടിട്ടായിരിക്കും ഓഡിറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ വർക്ക് ഡൺ ബൈ അതേഴ്സ് മസ്റ്റ് ബി സൂപ്പർവൈസ്ഡ് ബൈ ദി ഓഡിറ്റർ. പ്രോപ്പർ ഡോക്യുമെന്റേഷൻ വെക്കണം. ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർ പ്ലാനിങ് വേണം. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഓഡിറ്റർ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ദെൻ അക്കൗണ്ടിംഗ് സിസ്റ്റം, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനെ പറ്റിയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു നോളജ് ഓഡിറ്ററിന് ഉണ്ടായിരിക്കണം ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ഓഡിറ്റ്. ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്ത് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്ത് ഓഡിറ്റർ എന്ത് ചെയ്യണം? പ്രോപ്പർ കൺക്ലൂഷൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്, ICSWDP AAA. ഓക്കെ, നൗ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്ററിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്മെന്റ് ഇല്ല എന്നുള്ള ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ് എന്ത് പ്രൈമറി ഒബ്ജക്റ്റീവ്. യെസ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് കൊടുക്കണം. സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡ് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്, ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് തിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്മെന്റ് ഇല്ല എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുക. സെക്കൻഡ് ഒബ്ജക്റ്റീവ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഇസ് ഫ്രോഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ഓഡിറ്റ്, ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, ഇന്റേണൽ കൺട്രോൾ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, എക്സ്റ്റേണൽ അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ അതായത് ഓഡിറ്റ് എവിടെയൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന്. അപ്പം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്, അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസിനും ഗവൺമെന്റിനും എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉള്ള ആസ്പെക്റ്റ് ആണ്. കാരണം എന്താ, പ്രോപ്പർ റിട്ടേൺ ഫയൽ ചെയ്യും, ടാക്സ് അടയ്ക്കും. ഓക്കെ, അതേപോലെ ഫോർ ബോറോയിങ് മണി ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ലൈക്ക് ബാങ്ക്സ് ഒക്കെ ഈ പർട്ടിക്കുലർ മണി പൈസ കടമെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഓഡിറ്റിംഗ് ആസ്പെക്റ്റ് ആണ്. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ എടുക്കാനായിട്ടും ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യമുണ്ട്. പിന്നെ സെയിൽസ് ടാക്സ് പേയ്മെന്റ്, അതായത് GST പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഓഡിറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ദെൻ ഇറ്റ് വിൽ ബി ബെറ്റർ, ഒരു ട്രൂ പിക്ചർ ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മുകളിൽ കിട്ടും. ദെൻ ആക്ഷൻ അഗെയിൻസ്റ്റ് ബാങ്ക്രപ്സി, ഓക്കെ, ഇൻസോൾവെന്റ് ഒക്കെ ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഓഡിറ്റഡ് അക്കൗണ്ട്സ്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യമാണ്. പിന്നെ ഇന്റേണൽ കൺട്രോൾ പോയിന്റ് ഓഫ് വ്യൂ, അതായത് എൻറ്റിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് എങ്ങനെയാണ്, അതായത് എന്തെങ്കിലും മിസ്റ്റേക്സ്, എറേഴ്സ്, ഫ്രോഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കും. എംപ്ലോയീസിന് മുകളിൽ ഒരു മോറൽ ചെക്ക് ഉണ്ടാവും, ഇടയിൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അപ്പം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വരും. സോ എംപ്ലോയീസ് എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഇറ്റ് വിൽ ബി ആൻ അഡ്വൈസ് ടു ദി മാനേജ്മെന്റ്. ഓക്കെ, എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഡ്വൈസ് ചെയ്യാം, സജഷൻ ചെയ്യാം. പിന്നെ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ട്സ് എല്ലാം യൂണിഫോം ആയിരിക്കും. യൂണിഫോം ഇൻ ദ സെൻസ് എല്ലാം പ്രോപ്പർ കൺസിസ്റ്റന്റ് ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ മോസ്റ്റ്ലി എന്താണ്, യൂസേഴ്സ്, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്, പാർട്ട്ണറിന്റെ കേസിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് സഹായിക്കും. ദെൻ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ഗുഡ്വിൽ ഒക്കെ എന്താണ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വാല്യുവേഷൻ ചെയ്യാനായിട്ട്, അസറ്റ് വാല്യുവേഷൻ ഒക്കെ ചെയ്യാനായിട്ട് എന്താണ് ഓഡിറ്റഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിൽ ബി ഹെൽപ്ഫുൾ. അതേപോലെ ഫ്യൂച്ചർ ട്രെൻഡ്
ബിസിനസ് എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, സഹായിക്കും. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്. അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കും. ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇൻവെസ്റ്ററിന്റെ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, സേഫ് ഗാർഡ് ചെയ്യും. ഓക്കെ, പിന്നെ എംപ്ലോയീസിന് മുകളിലൊരു മോറൽ ചെക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ട്രേഡ് ഡിസ്പ്യൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും. ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ലൈക്ക് ഹയർ വേജസ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ബോണസ് കൊടുക്കാനുണ്ട്, സാലറി കൊടുക്കാനുണ്ട്, കോമ്പൻസേഷൻ കൊടുക്കാനുണ്ട്, ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ. ഗവൺമെന്റിന് എന്താ, ടാക്സ് കിട്ടണം, സെറ്റിലിംഗ് ടാക്സ് ലൈബിലിറ്റീസ്. അതേപോലെ ഗ്രാൻസ് സബ്സിഡീസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെയും എന്ത് വേണം, ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. പിന്നെ എൻറ്റിറ്റി പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കൺട്രോൾസ് എല്ലാം എഫക്റ്റീവ് ആണോ അല്ലയോ നോക്കാൻ പറ്റും. അതിലെന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും വേസ്റ്റേജോ എന്തെങ്കിലും ലോസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വേരിയസ് പോയിന്റ്സ് ഓക്കെ ആണ് നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിനകത്തുള്ളത്. അതിൻ്റെ ഒരു സമ്മറി പോലെയാണ് ഇവിടെ എല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ, എംപ്ലോയി പോയിന്റ് ഓഫ് വ്യൂ 2 പോയിന്റ്, ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ 2 പോയിന്റ്, എൻറ്റിറ്റി പോയിന്റ് ഓഫ് വ്യൂ 3 പോയിന്റ്. ഓക്കെ, ദെൻ ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ് സിമ്പിൾ ആണ്. 4 ആസ്പെക്റ്റ് ആണ്. ഒന്ന്, നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, അത് മാനേജ്മെന്റ് ജഡ്ജ്മെന്റ്സ് ഇൻവോൾവ് ആയിരിക്കും ഫസ്റ്റ് തിങ്. 2, മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ ഓഡിറ്ററിന് കൊടുക്കുന്നില്ല. 3, ഫ്രോഡ് ഇൻവോൾവ് ആയിരിക്കും. ആൻഡ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ട് അത് മറച്ചു വെക്കും. അത് ഓഡിറ്ററിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഓഡിറ്റ് ഒരു ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഓഡിറ്ററിന് പവർ ഓഫ് സെർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഓർ റിലേഷൻഷിപ്പ്. ദെൻ നോൺ കംപ്ലയൻസ് ഓഫ് ലോസ് റെഗുലേഷൻസ്. ഇങ്ങനത്തെ വേരിയസ് കാര്യങ്ങളാണ് എന്ത് ഇൻഹെറന്റ് ലിമിറ്റേഷനകത്ത് ഉള്ളത്. ഇനി ഇവിടെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓഡിറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് ഓൾ മെറ്റീരിയൽ മിസ്റ്റേക്ക് വിൽ ബി ഡിറ്റക്റ്റഡ്. എല്ലാ മെറ്റീരിയൽ മിസ്റ്റേക്കും ഡിറ്റക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന പർട്ടിക്കുലർ ഓഡിറ്റ് പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ട് ഇരിക്കും. ദെൻ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ പെർസുവേസീവ് ആണ്. ഇറ്റ് ഈസ് നോട്ട് കൺക്ലൂസീവ്. നമുക്കൊരു പെർസുവേസീവ് എവിഡൻസ്, ഓവറോൾ ജനറൽ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൺക്ലൂസീവ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റിഗേഷൻ അല്ല, നമുക്ക് പവർ ഓഫ് സെർച്ചും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ മാനേജ്മെന്റ് നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യത്തില്ല. certain levels of management may be in a position to override controls. അവിടെ കൺട്രോൾസ് ഒക്കെ ഉണ്ടാകാം, പക്ഷേ അതിനെ ഓവർറൈഡ് ചെയ്യാനായിട്ട് പറ്റുന്ന സിറ്റുവേഷനിൽ മാനേജ്മെന്റ് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ദെൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസം ഓഡിറ്റർ എപ്പോഴും യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ഓൾസോ മെറ്റീരിയാലിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റർ അവിടെ ഓഡിറ്റ് ചെയ്യുന്നത്. ദെൻ വേരിയസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിംഗ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മാൻഡേറ്ററി ഓഡിറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഒരു ലോ പ്രകാരം ആ പർട്ടിക്കുലർ കമ്പനിക്ക് എന്താണ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എൻറ്റിറ്റിക്ക് ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. അപ്പോൾ കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ദെൻ ഗവൺമെന്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ C&AG ആയിരിക്കും ഓഡിറ്റ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഇൻഷുറൻസ് കമ്പനി, നാഷണലൈസ്ഡ് ബാങ്ക്, ദി ഓഡിറ്റ് ഈസ് ഗവേൺഡ് ബൈ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IRDAI RBI regulations. Okay. Then advantages of statutory audit, similar aspect തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച അഡ്വാൻറ്റേജസ് തന്നെ, സെയിം പോയിന്റ്സ്. ദെൻ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉണ്ട്. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതേപോലെ പാർട്ണർഷിപ്പിന് ഒക്കെ വരുന്ന ഓഡിറ്റ് മാൻഡേറ്ററി അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വോളണ്ടറിലി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ തട്ടിപ്പ് നടത്താതിരിക്കാനും, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും, എംപ്ലോയീസിന് ബെനിഫിറ്റും അവരുടെ എൻറ്റിറ്റിയുടെ ബെനിഫിറ്റും തേർഡ് പാർട്ടി ബെനിഫിറ്റും എല്ലാം അത് ഇൻക്ലൂഡഡ് ആണ്. സെയിം പോയിന്റ്സ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഡിഫറൻസ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആണ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി വോളണ്ടറി ആണ്. വേണമെന്നുണ്ടെങ്കിൽ കണ്ടക്ട് ചെയ്താൽ മതി. ഇവിടെ റെലവൻറ്റ് സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ലോ എല്ലാം ഉണ്ട്. ഇവിടെ എംപ്ലോയർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എങ്ങനെ ഓഡിറ്റ് ചെയ്യണം, അവരുടെ സ്കോപ്പ് സെറ്റ് ചെയ്യുന്നത്.
ക്വാളിഫിക്കേഷൻ അക്കാഡമിക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മാൻഡറ്ററി ആണ്. ഞാൻ പറയാലോ CA COP ഇവിടെ അങ്ങനത്തെ ഒരു ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ഒന്നും ഇല്ല. കാരണം എന്താ, അങ്ങനെ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെന്താ, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് പർട്ടിക്കുലർ സെക്ഷൻ 143 ഓഫ് കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. ഇവിടെ ഫേം പറയുന്ന ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻറ്റിറ്റി പറയുന്ന ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ ഇതൊക്കെ വരുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഈ പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ആയിരിക്കില്ല, ഡിപ്പെൻസ്. ഓക്കെ. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിക്കിനായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിക്കിനൊന്നുമല്ല, ഇവിടെ പാർട്ണർഷിപ്പിന് അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ആ എൻറ്റിറ്റി പ്രൊപ്പറേറ്ററിനായിരിക്കും ആ പർട്ടിക്കുലർ ഇത് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ഇന്റേണൽ ഓഡിറ്റ്, അങ്ങനത്തെ വേരിയസ് അതർ ആസ്പെക്ട്സ് ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റ്, കണ്ടിന്യൂസ് ഓഡിറ്റ്, പീരിയോഡിക്കൽ അല്ലെങ്കിൽ ഫൈനൽ ഓഡിറ്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന വേരിയസ് ആസ്പെക്ട് ഉണ്ട്. ജസ്റ്റ് വായിച്ച് വിടുക. ആൻഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതോടെ കൂടെ തന്നെ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്തു പോകും. ഓക്കെ. ആൻ ഇന്റേണൽ ഓഡിറ്റ് വിൽ ബി എ റിക്കറിംഗ് ഓഡിറ്റ് ത്രൂ ഔട്ട് ദി ഇയർ. ഓക്കെ. അൺലെസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് once in a year ആണ്. ഇന്റേണൽ ഓഡിറ്റ് വിൽ ബി കണ്ടക്ടഡ് ത്രൂ ഔട്ട് ദി ഇയർ. ഓക്കെ. അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, എന്തെങ്കിലും എറേഴ്സ്, എന്തെങ്കിലും ഫ്രോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പറയുന്ന പോലെ വൺ ടൈം ഓഡിറ്റ്, അതായത് വൺ ടൈം ഓഡിറ്റ് മാൻഡേറ്ററി. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഒറ്റ ഓഡിറ്റ് കണ്ടക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വേറെ, ഇത് ഫൈനൽ ഓഡിറ്റ് വേറെ. ഓക്കെ. അപ്പം ഒറ്റ ഓഡിറ്റ് കണ്ടക്ട് ചെയ്താൽ ഇപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പക്ഷേ മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എറേഴ്സ്, എന്തെങ്കിലും ഫ്രോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. അല്ലെങ്കിൽ ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ഇന്ററിം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്പെസിഫിക് ടൈമിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി എന്തെങ്കിലും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഇന്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ മോസ്റ്റ്ലി ഇന്ററിം ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വാല്യൂഷൻ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ മെർജേഴ്സ്, ഇതൊക്കെ ഈ ഒരു സിറ്റുവേഷൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ററിം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഫ്രീക്വന്റ്ലി എല്ലാ ടൈമും ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അവർ റെക്കോർഡ് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് അത്. വിച്ച് വിൽ കം അണ്ടർ ഇന്റേണൽ ഓഡിറ്റിന്റെ ആസ്പെക്റ്റിലായിരിക്കും അത് കൂടുതൽ വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആണ് എന്ത്, കണ്ടിന്യൂസ് ഓഡിറ്റ്. ഓക്കെ. കണ്ടിന്യൂസ് ഓഡിറ്റ് വേഴ്സസ് പീരിയോഡിക്കൽ ഓഡിറ്റ് നിങ്ങൾ നോക്കുക. പീരിയോഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ നല്ല ഫൈനൽ ഓഡിറ്റ് ആണ്. ഈ വാക്കുകളൊക്കെ നോക്കി വെക്കണം. പീരിയോഡിക്കൽ ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്. ഓക്കെ. ലിമിറ്റഡ് റിവ്യൂ, ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. കോസ്റ്റ് ഓഡിറ്റ്, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവിടെ തൽക്കാലത്തേക്ക് വായിച്ചു വിട്ടാൽ മാത്രം മതി. അതായത് മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ എൻറ്റിറ്റി അവരെന്ത് ചെയ്യണം, പർട്ടിക്കുലർലി കോസ്റ്റ് ബുക്സ്, കോസ്റ്റ് അക്കൗണ്ട്സ്, കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, മറ്റു ഡോക്യുമെന്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ. അതെന്താണെന്ന് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ചാപ്റ്റർ നമ്പർ 7 ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഓക്കെ. മാനേജ്മെന്റ് ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ് ഇമ്പോർട്ടൻറ്റ്. 44AB പ്രകാരം എന്ത് ചെയ്യും, നമ്മൾ ഓഡിറ്റ് ചെയ്യും. ഓക്കെ. ടാക്സസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ എൻറ്റിറ്റി ഓഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് കൊടുക്കും. ദെൻ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എൻവയൺമെന്റൽ ബേസിലുള്ള ഓഡിറ്റ്, എസ്പെഷ്യലി CSR ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, പറ്റുക സോഷ്യൽ ഓഡിറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പം എൻവയൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ പർട്ടിക്കുലർ എൻറ്റിറ്റി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അപ്രോപ്രിയേറ്റ് ആണ്, പ്രോപ്പർ ആണ്, ആ പൈസയൊന്നും എന്ത് ചെയ്യുന്നില്ല, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സോഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യും. പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ മണി ഇൻവോൾവ് ആണ്, പബ്ലിക് മണീസ് ഇൻവോൾവ് ആയിരിക്കും, അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ മണി അതിനകത്ത് ഇൻവോൾവ് ആണ്, ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തതാണ്. സോ അവരുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ്. അതായത് നിങ്ങളുടെ സ്വന്തം പൈസ എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യും, അതുപോലെ തന്നെയാണോ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രൊപ്രൈറ്റി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ അവിടെ ഫ്രോഡോ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ, അസറ്റ് സേഫ് ഗാർഡിങ്, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആസ്പെക്ട്. ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഡീപ്പർ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ആണ്. ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, പർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ എല്ലാ ആസ്പെക്റ്റും കണ്ടുപിടിക്കുക, ഫ്രോഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഫോറൻസിക് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ
ഫോർ എക്സാമ്പിൾ ഒരു പ്രൊജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ എൻഡ് ചെയ്തു. അപ്പോൾ കുറേ കോസ്റ്റ് ഇൻവോൾവ് ആയിരിക്കും. അത് ആ പ്രൊജക്റ്റ് വഴി അവർക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത മണി വെർത്താണോ, അതിൽ നിന്നുള്ള റിട്ടേൺസ് അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഇത് പെർഫോമൻസ് ഓഡിറ്റ്. സെക്രട്ടറിയൽ ഓഡിറ്റ് എഗെയിൻ നമ്മൾ ചാപ്റ്റർ നമ്പർ 7 ഡിസ്കസ് ചെയ്യും. ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, അവർ HR പോളിസീസ് പ്രോപ്പർ ആണോ, അവരുടെ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്, സെലക്ഷൻ ഓഫ് സ്റ്റാഫ് ഇതൊക്കെ അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, മറ്റ് പ്രൊസീജിയേഴ്സ് ഇതെല്ലാം അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യലാണ് എന്ത് HR ഓഡിറ്റ്. ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതിനെ പറ്റിയിട്ടൊരു ഈ പർട്ടിക്കുലർ ഓഡിറ്റിനെ പറ്റിയിട്ട് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. സിസ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്, സിസ ഓർ ഡിസ. ഓക്കെ, സിസയാണ് കുറച്ചും കൂടെ വാല്യുബിൾ. അപ്പോൾ ഇത് പറഞ്ഞാൽ അവിടുത്തെ ഇൻഫോർമേഷൻ സിസ്റ്റം, IT ഓട്ടോമേറ്റഡ് സിസ്റ്റം, അവിടുത്തെ സോഫ്റ്റ്വെയർസ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഇതൊക്കെ അപ്രോപ്രിയേറ്റ് ആണോ, അതേപോലെ തന്നെ അവിടെ യൂസ് ചെയ്തേക്കുന്ന വേരിയസ് അതർ ഇൻഫർമേഷൻ ടെക്നോളജീസ് ഇതെല്ലാം അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ എൻവയൺമെൻറ്റൽ ഓഡിറ്റ്, അവിടെ ബിസിനസ് അവർ കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് ബേസ് ചെയ്തിട്ട് എൻവയൺമെൻറ്റിന് എന്തെങ്കിലും ഡീഗ്രഡേഷൻ വരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. പൊല്യൂഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ബേസ് ചെയ്തിട്ടായിക്കോട്ടെ, അതേപോലെ വേരിയസ് ലോസ് ഇതെല്ലാം പ്രോപ്പർലി കംപ്ലൈ ചെയ്തുകൊണ്ടാണോ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. ജസ്റ്റ് കുറേ കമ്പനീസ് ആക്ടും അതിൽ പറയുന്ന കംപ്ലൈൻസ് മാത്രമല്ല, എൻവയൺമെൻറ്റൽ ആക്ട്സും എന്ത് ചെയ്യണം, പ്രോപ്പർലി ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ എൻവയൺമെൻറ്റൽ ഓഡിറ്റും ഒരു പർട്ടിക്കുലർ ഓഡിറ്റർ കണ്ടക്ട് ചെയ്യും. So these are the various types of auditing. ജസ്റ്റ് ഇതൊക്കെ വായിച്ചു വിടുക, മനസ്സിലാക്കി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിമെറിറ്റ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാൻ മാത്രം മതി. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതിനകത്ത് തലപോയിച്ച് നോക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ 6.1 ടോപ്പിക്സ്. ഇത്രയേ ഉള്ളൂ 6.1 നേച്ചർ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഓഡിറ്റിംഗ്. ഓക്കെ.